ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജോജു ജോർജ് നായകനായ ഷാജി കൈലാസ് സംവിധാനം ചെയ്ത് ജൂലൈ 16 വ്യാഴാഴ്ച തിരളെത്തിയ മലയാള സിനിമയാണ് വരവ്. സിനിമ ഇന്നലെ ഞായറാഴ്ച വരെയുള്ള 4 ദിവസം കൊണ്ട് കേരളത്തിൽ 4,18,00,000 രൂപയായിരുന്നു കളക്ട് ചെയ്യുന്നത്. 5-ാം ദിവസം ഇന്ന് തിങ്കളാഴ്ച കേരളത്തിൽ 40-45 ലക്ഷം റേഞ്ചിലാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ 4,60,00,000 റേഞ്ചിലാണ് ഈ സിനിമയുടെ കേരള കളക്ഷൻ എത്തിച്ചേർന്നിരിക്കുന്നത്. വേൾഡ് വൈഡ് ഗ്രോസ് 6,40,00,000, 6,50,00,000 റേഞ്ചിലും പ്രതീക്ഷിക്കുന്നു. പൃഥ്വിരാജ് നായകനായി നിസാം ബഷീർ സംവിധാനം ചെയ്ത് ജൂലൈ 10 തിരളെത്തിയ മലയാള സിനിമയാണ് ഐ നോബഡി. ഈ ചിത്രം ഇന്നലെ ഞായറാഴ്ച കേരളത്തിൽ 16 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തത്. അങ്ങനെ 11 ദിവസം കൊണ്ട് 7,40,00,000 രൂപയാണ് സിനിമ കേരളത്തിൽ സ്വന്തമാക്കിയിരിക്കുന്നത്. ഇന്ന് സിനിമയുടെ കേരള കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 10 ലക്ഷം റേഞ്ചിലാണ്. അങ്ങനെ കേരളത്തിൽ 12 ദിവസം കൊണ്ട് സിനിമ എത്തിച്ചേർന്നിരിക്കുന്നത് 7,50,00,000 റേഞ്ചിലാണ്. വേൾഡ് വൈഡ് ഗ്രോസ് 15,10,00,000 റേഞ്ചിലും പ്രതീക്ഷിക്കുന്നു. ജൂൺ 19 തിയേറ്ററിൽ നിലവിൽ ക്ലീൻ ഹിറ്റ് വിജയം സ്വന്തമാക്കിയ മലയാള സിനിമയുടെ ബാലൻ. ചിത്രം ഇന്നലെ ഞായറാഴ്ച വരെയുള്ള 31 ദിവസം കൊണ്ട് കേരളത്തിൽ 18,85,00,000 രൂപയാണ് കളക്ട് ചെയ്തിരിക്കുന്നത്. ഇന്ത്യൻ ഗ്രോസായി 23,15,00,000 കളക്ട് ചെയ്ത ഈ സിനിമ വേൾഡ് വൈഡ് ഗ്രോസായി 36,02,00,000 രൂപയും നേടിയെടുത്തിട്ടുണ്ട്. സിനിമയുടെ ഒഫീഷ്യൽ OTT റിലീസ് തീയതിയും പുറത്തു വന്നിട്ടുണ്ട്. ഈ വരുന്ന ജൂലൈ 31 ZEE5 OTT പ്ലാറ്റ്ഫോം വഴി ഈ ചിത്രത്തിന്റെ സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. ഈവിൾ ഡെഡ് മൻ എന്ന ഹോളിവുഡ് സിനിമയുടെ 10 ദിവസത്തെ കളക്ഷൻ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഈ സിനിമ ഇന്നലെ ഞായറാഴ്ച വരെ കേരളത്തിൽ കളക്ട് ചെയ്തിരിക്കുന്നത് 1,28,00,000 രൂപയാണ്. ഇന്ത്യൻ ഗ്രോസായി 33,79,00,000 രൂപയാണ് 10 ദിവസം കൊണ്ട് സ്വന്തമാക്കിയിട്ടുള്ളത്. വേൾഡ് വൈഡ് ഗ്രോസായി സിനിമ നേടിയെടുത്തിരിക്കുന്നത് $51.38 മില്യൺ, അതായത് 494,71,00,000 രൂപ. മുരളീകൃഷ്ണ റബ്ബരു സംവിധാനം ചെയ്ത് ജൂലൈ 10 തിയേറ്ററിലെ തെലുങ്ക് സിനിമയാണ് ലെനിൻ. ചിത്രത്തിൽ അഖിൽ അഗ്നേനി, ഭാഗ്യശ്രീ ബോൾസെ എന്നിങ്ങനെയായിരുന്നു പ്രധാന താരങ്ങൾ. സിനിമ 10-ാം ദിവസം ഇന്നലെ ഞായറാഴ്ച ഇന്ത്യൻ ഗ്രോസായി നേടിയെടുത്തത് 3,65,00,000 രൂപയാണ്. ആദ്യ 10 ദിവസം കൊണ്ട് അങ്ങനെ ഇന്ത്യൻ ഗ്രോസായി സിനിമ നേടിയെടുത്തിരിക്കുന്നത് 55,72,00,000 രൂപയുമാണ്. വിദേശത്ത് 10,31,00,000 കളക്ട് ചെയ്ത ഈ സിനിമ വേൾഡ് വൈഡ് ഗ്രോസായി നേടിയെടുത്തിരിക്കുന്നത് 66,03,00,000 രൂപയാണ്. 24,80,00,000 ബ്രേക്ക് ഇവൻ പോയിന്റുള്ള ഈ സിനിമയ്ക്ക് 24,90,00,000 രൂപ തെലുങ്ക് സംസ്ഥാനങ്ങളിൽ നിന്ന് മാത്രം കിട്ടിയിട്ടുണ്ട്. ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ഷെയർ 32,53,00,000 രൂപയുമാണ്. വേൾഡ് വൈഡ് തിയേറ്ററിക്കൽ പ്രോഫിറ്റ് ആയിട്ട് സിനിമയ്ക്ക് കിട്ടിയിരിക്കുന്നത് 7,73,00,000 രൂപയുമാണ്. ജൂലൈ 3 തിയേറ്ററിൽ ബ്ലോക്ക് ബസ്റ്റർ വിജയം സ്വന്തമാക്കിയ തമിഴ് സിനിമയാണ് ഗാട്ടാ ഗുസ്തി 2. ചെല്ല അയ്യാവ് തിരക്കഥ തയ്യാറാക്കി സംവിധാനം ചെയ്ത ഈ സിനിമയിൽ വിഷ്ണു വിശാൽ, ഐശ്വര്യലക്ഷ്മി എന്നിങ്ങനെയായിരുന്നു പ്രധാന താരങ്ങൾ. ഈ സിനിമ തിയേറ്റർ വഴിയും ബിസിനസ് വഴിയും വമ്പൻ ലാഭമാണ് നേടിയെടുത്തിരിക്കുന്നത്. 27 കോടി ബഡ്ജറ്റുള്ള ഈ സിനിമയുടെ OTT റൈറ്റ്സ് നെറ്റ്ഫ്ലിക്സിന് 17 കോടി രൂപയ്ക്കാണ് വിറ്റിരിക്കുന്നത്. ചിത്രത്തിന്റെ സാറ്റലൈറ്റ് റൈറ്റ്സ് 8 കോടി രൂപയ്ക്കും മ്യൂസിക് റൈറ്റ്സ് 1,45,00,000 രൂപയ്ക്കും വിറ്റിട്ടുണ്ട്. അങ്ങനെ 26,45,00,000 രൂപ നേരിട്ട് പ്രൊഡ്യൂസർക്ക് ബിസിനസ് വഴി മാത്രം കിട്ടിയിരിക്കുകയാണ്. ഇങ്ങനെ കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് മറ്റാർക്കും ഒരു പൈസ കൊടുക്കേണ്ടതുമില്ല. ഇന്നലെ ഞായറാഴ്ച വരെയുള്ള കണക്കനുസരിച്ച് നിർമ്മാതാവിന് തിയേറ്ററിൽ നിന്ന് കിട്ടിയിരിക്കുന്ന ലാഭം 14 കോടി രൂപയാണ്. അങ്ങനെ 40,45,00,000 രൂപയാണ് ഈ സിനിമയുടെ പ്രൊഡ്യൂസർക്ക് 10 ദിവസം കൊണ്ട് മുടക്ക് മുതൽ ഉൾപ്പെടെ തിരിച്ചു കിട്ടിയിരിക്കുന്നത്. അതായത് ഇന്നലെ വരെയുള്ള ലാഭം 13,45,00,000 രൂപയാണ് പ്രൊഡ്യൂസർക്കുള്ളത്. തിയേറ്റർ വിജയത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന തമിഴ് സിനിമയാണ് ഇതേ മുരളി. ആകാശ് ഭാസ്കരൻ തിരക്കഥ തയ്യാറാക്കി സംവിധാനം ചെയ്ത് ജൂലൈ 10 തിയേറ്ററിലെത്തിയ സിനിമയിൽ അഥർവ, പ്രീതി മുകുന്ദൻ, കയാദ് ലോഹർ, ഫഹദ് ഫാസിൽ എന്നിങ്ങനെയായിരുന്നു പ്രധാന താരങ്ങൾ. ഈ സിനിമ തമിഴ്നാട്ടിൽ 18,88,00,000 രൂപയാണ് കളക്ട് ചെയ്തത്. കേരളത്തിൽ 31 ലക്ഷം രൂപയും സ്വന്തമാക്കിയിട്ടുണ്ട്. ടോട്ടൽ ഇന്ത്യൻ ഗ്രോസായി സിനിമ നേടിയെടുത്തിരിക്കുന്നത് 21,85,00,000 രൂപയാണ്. ആദ്യ 10 ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ഗ്രോസായി 26,87,00,000 രൂപയാണ് നേടിയെടുത്തിരിക്കുന്നത്. ചിത്രത്തിന്റെ തമിഴ് പതിപ്പ് 20,29,00,000 രൂപയും തെലുങ്ക് പതിപ്പ് 1,56,00,000 രൂപയും കളക്ട് ചെയ്തിട്ടുണ്ട്. തമിഴ്നാട് ഷെയറായി 9,09,00,000 രൂപയും വേൾഡ് വൈഡ് ഷെയറായി 13,26,00,000 രൂപയും കളക്ട് ചെയ്തിട്ടുണ്ട്. 14 കോടി ബ്രേക്ക് ഈവൻ പോയിന്റുള്ള ഈ സിനിമ നിലവിൽ 94.71% റിക്കവറി നടത്തിയിട്ടുണ്ട്. ഇക്കഴിഞ്ഞ ജൂലൈ 17 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തിയ തമിഴ് സിനിമയാണ് അരുൾ 1. ചിത്രം ആദ്യ ദിവസം 25 ലക്ഷം രൂപയും 2-ാം ദിവസം 24,50,000 രൂപയാണ് കളക്ട് ചെയ്തത്. ഇന്നലെ 3-ാം ദിവസമായ ഞായറാഴ്ച 30 ലക്ഷം രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. തമിഴ്നാട്ടിൽ 76 ലക്ഷം കളക്ട് ചെയ്ത ഈ സിനിമ ആദ്യ 3 ദിവസം കൊണ്ട് ഇന്ത്യൻ ഗ്രോസായി നേടിയെടുത്തിരിക്കുന്നത് 79,50,000 രൂപയാണ്. ജൂലൈ 17 തിയേറ്ററിലെത്തിയ മറ്റൊരു തമിഴ് സിനിമയാണ് അൻപേ ഡയാന. ഈ സിനിമ തമിഴ്നാട്ടിൽ 3 ദിവസം കൊണ്ട് 2,45,00,000 രൂപയാണ് കളക്ട് ചെയ്തിരിക്കുന്നത്. കർണാടകയിൽ 21 ലക്ഷം കളക്ട് ചെയ്ത ഈ സിനിമ കേരളത്തിൽ 1 ലക്ഷം രൂപയും സ്വന്തമാക്കിയിട്ടുണ്ട്. ഇന്ത്യൻ ഗ്രോസായി ആദ്യം 3 ദിവസം കൊണ്ട് 2,67,00,000 കളക്ട് ചെയ്ത ഈ സിനിമ വേൾഡ് വൈഡ് ഗ്രോസായി 2,95,00,000 രൂപയും കളക്ട് ചെയ്തിട്ടുണ്ട്. തമിഴ്നാട് ഷെയറായി 1,20,00,000 വേൾഡ് വൈഡ് ഷെയറായി 1,43,00,000 രൂപയും സിനിമയ്ക്ക് കിട്ടിയിട്ടുണ്ട്. ഈ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.